കേട്ടോ. നമ്മളത് എണീറ്റ് മെല്ലെ പലെല്ലാം തേച്ച് പോകാൻ നോക്കട്ടെ. 5 മണിയായിട്ടുള്ളത്. ക്ലാസ്സെല്ലാം ഫുള്ള് കൊട പൊടിച്ച്. രാവിലെ 5 മണി കേട്ടോ. പെട്ടെന്ന് നോക്കിയ എണീറ്റ് വരുന്ന വരവാട്ടോ. പെട്രോൾ പമ്പൊന്ന് ജസ്റ്റ് പല്ലൊക്കെ തെച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വയ്യ വണ്ടി എടുത്ത് ഇറങ്ങി കേട്ടോ. ജംഷഡ്പൂർ നമുക്ക് വലിയ കിലോമീറ്റർ ഇല്ല, 10-30 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ജംഷഡ്പൂർ വേഗം പിടിക്കാമെന്ന് വെച്ചിട്ടാണ് രാവിലെ തന്നെ പോകുന്ന വഴിയിൽ ഇതേപോലെ ചെറിയ ചെറിയ മാർക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാം. ജംഷഡ്പൂരിന് കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്ലാൻഡായിട്ട് ഉണ്ടാക്കിയ ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറയപ്പെടുന്ന കേട്ടോ. ടാറ്റ സ്റ്റീലൊക്കെ ഇഷ്ടം പോലെ, ടാറ്റ സ്റ്റീലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം. ടാറ്റ സ്റ്റീലിൻ്റെയൊക്കെ എന്താണെന്ന് പറയുക, ഉറവിടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഫേമസ് ആണ്. അതുപോലെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കാണാൻ പറ്റും പുറത്തുനിന്നുള്ള വണ്ടികൾ, ലോറികളൊക്കെ. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനി ഉള്ള സ്ഥലമാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജംഷഡ്പൂർ ഭയങ്കര ഫേമസ് ആണ്. രാവിലെ തന്നെ പോലീസ് പിടിച്ച് 1500 റുപ്യ പോയി. മോഡിഫിക്കേഷൻ എന്താ ചെയ്യാം. ഇവിടെ കയറുമ്പോൾ തന്നെ പൈസ പോയി. രാവിലെ തന്നെ പോലീസ് പിടിച്ചു. ജാർഖണ്ഡ് കയറിയോടെ പോലീസ് പിടിച്ചു. 2 ചെക്കിങ് ഒഴിവായി വന്നതായിരുന്നു. 3ാമത്തെ ചെക്കിങ്ങിൽ പിടിച്ച് മോഡിഫിക്കേഷന് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതും പൊട്ടന്മാരട്ടോ. അവർക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തത്. അത് അവരുടെ നമ്പറല്ല, വേറെ ആളുടെ നമ്പറാണ്. കമ്മീഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് അവർക്ക് പേയ്മെൻ്റ് ചെയ്താൽ അയാൾക്ക് 200 റുപ്യ കമ്മീഷൻ ഉണ്ട്. അങ്ങനെ കമ്മീഷനെല്ലാം കുറച്ച് ലാസ്റ്റ് 1500 നമ്മൾ ഒതുക്കി. 5000 പറഞ്ഞാൽ 5000 ശരിക്കും 5000 നമ്മൾ മോഡിഫിക്കേഷനിലെ ഫൈൻ എന്ന് പറയുന്നത്. അത് പിന്നെ പേശി 3000 ആക്കി. 3001 പേശി 1500 ഒതുക്കി. എന്നിട്ട് പിന്നെ സാധാരണ ബില്ല് തരാറില്ല. ഇയാളോട് ചോദിച്ച് ഞാൻ ബില്ല് വാങ്ങി. കാരണം ബില്ല് വാങ്ങിയില്ലെങ്കിൽ പിന്നെ കുറച്ചപ്പുറത്തും പിന്നെ ചെക്കിങ് ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പൈസ കൊടുക്കണം. സാധാരണ അങ്ങനെ സംഭവിക്കാറ്. അപ്പോൾ അതങ്ങനെ ഒഴിവായി. ഇനിയിപ്പോൾ 24 മണിക്കൂർ മതി. ജാർഖണ്ഡ് നമ്മൾ എന്തായാലും 2 ദിവസം കൊണ്ട് തീർക്കും. പോയാലും 1000 കൂടെ പോവും, അത്രേ പോവും. അതിനപ്പുറം പോകാനൊന്നുമില്ല. ജാർഖണ്ഡ് പെട്ടെന്ന് തീർക്കണം. അടുത്ത വെസ്റ്റ് ബംഗാൾ, അതിലും കഷ്ടമാണ് പോലീസുകാർ. എന്തായാലും നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ദംന ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തല്ല. ദംനയല്ല, ദിംന ലേക്ക്. ഇതാണ് ദിംന ലേക്ക് കേട്ടോ. ഇവിടെ വേറൊന്നും കാണാനില്ല. 2 ലേക്ക് മാത്രമേ ഉള്ളൂ കാണാൻ. ഈ ലേക്ക് തന്നെ തീരെ വൃത്തിയില്ല കേട്ടോ. ഫുള്ള് കച്ചറയാണ്. പക്ഷേ സ്ഥലം ഇങ്ങനെ കാണാൻ കുറച്ച് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു നേച്ചർ കാണാനുണ്ട് കേട്ടോ. നല്ലൊരു രസമുണ്ട് കാണാൻ. എന്താ അവൻ്റെ ഒരു കിടപ്പ്. നമുക്ക് ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡ് പോയി നോക്കാം കേട്ടോ. അത് കുറച്ചും കൂടി അടിപൊളിയാന്ന് തോന്നി. ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു വൃത്തിയുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ലേക്കിൻ്റെ അപ്പുറത്തെ ഭാഗത്താട്ടോ. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. മരങ്ങൾ കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് സൈഡാക്കിയിട്ട് വെറുതെ ഇരിക്കാനെല്ലാം പറ്റിയൊരു സ്ഥലം കേട്ടോ. ആൽമരം പോലെയുള്ള കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ആലല്ല, വേറെ എന്തോ ഒരു മരമാണ്. രാവിലെ വന്ന് ജസ്റ്റ് ഇരിക്കാനെല്ലാം പറ്റുക. ഉച്ചക്കെല്ലാം വന്നിരിക്കാൻ അടിപൊളിയായിരിക്കും. ഞാൻ വീടിരുന്ന് പണിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് അകത്തോട്ടാണ്. സേഫ്റ്റി ഇഷ്യൂസൊന്നും നമുക്ക് പിന്നെ വിഷയമില്ല. നല്ല കാച്ചിച്ച കത്തിയാൾ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ഞാൻ ഫുൾ ടൈം വെക്കുന്നുണ്ട്. സ്വയം രക്ഷക്കാട്ടാ. പിന്നെ ഇടയ്ക്ക് ടെൻ്റ് അടിക്കുമ്പോൾ 2 കൊള്ളിയെല്ലാം കൊത്താം, ഇത്ര തന്നെ. ഇവിടെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു ചെറിയൊരു പെട്ടിപ്പീടി ഉണ്ട്. ആ പെട്ടിപ്പീടി എന്ന് വേണമെങ്കിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇതിനെ ടൗൺ അടുത്താണ്. അവിടുന്ന് പോയി വാങ്ങിയിട്ട് വരാം. पेटीएम पर 25 रुपए प्राप्त हुए।
അങ്ങനെ സമയം ഇതാ ഓൾമോസ്റ്റ് 10 മണിയാകും, 9:15 കേട്ടോ. നമ്മളതിൻ്റെ പണി തുടങ്ങട്ടെ, ഇന്നത്തെ പണി തുടങ്ങട്ടെ. ചെറിയ പണി കിട്ടിട്ടോ നമുക്ക്. അത് നമ്മൾ ഇതിനിടയ്ക്ക് പവർ ഷെയറിങ് ഊരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഭവം നെട്ട് ഇതെല്ലാം ഊരി വീണ് പോയി. പിന്നെ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. നോക്കാം എന്തായാലും ഞാൻ ഇത് ഫിറ്റാക്കട്ടെ. 2 ദിവസമായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ, കിരി 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 കിരി. ഈ റബ്ബർ വേണ്ട, ഈ സാധനം ഇവിടെ ടൈറ്റ് ആക്കേണ്ടതാണ്. അതിപ്പുറത്തെ ഭാഗത്ത് ഊരിപ്പോയതാട്ടോ, റബ്ബർ മാത്രം. അതാ സാധനം ഇത് കണ്ടോ, ഒന്ന് ഫിറ്റ് ചെയ്യാം. ബോക്സ് കാര്യം ഇല്ലോണ്ട് നല്ലതാണ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ചെയ്യട്ടെ. ഈ സാധനം അഴിഞ്ഞ് പോയിന് കേട്ടോ. എൻ്റെ അടുത്ത് ഭാഗ്യത്തിന് ഞാൻ എക്സ്ട്രാ ബാക്കപ്പ് എല്ലാ സാധനം വെക്കാറുണ്ട്. അതുകൊണ്ട് വെച്ചോണ്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയൊരു ലീക്കുണ്ട് സാറില. കിടക്കാനൊരു പരവതാനി തന്നെ ഉണ്ട്, അതുകൊണ്ട് നല്ല തന്നെ. അതിനിടയ്ക്ക് 2 ബൊലേറോ ഫാൻസ് വന്നു കേട്ടോ. ഇവിടെയുള്ള ടീം തന്നെയാണ്. അവരുടെ അടുത്തൊരു ബൊലേറോ ഉണ്ട്, 2 വീൽ ഡ്രൈവ്. അവർ വണ്ടിയൊക്കെ കണ്ട് വന്ന് ഇഷ്ടപ്പെട്ട് വണ്ടിയൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയി കേട്ടോ. ഓൾ ദ ബെസ്റ്റും പറഞ്ഞിട്ട്. അത്യാവശ്യം വർക്കുള്ള ദിവസമായതുകൊണ്ട് പിന്നെ ഫുഡ് ഇതാ ഞാൻ ഒപ്പിച്ചു. നമ്മളെ എപ്പത്തം പോലെ ഒരു മസാല റൈസ് ഉണ്ടാക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. മതി, നമുക്കത് മതി. എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നേ ഉള്ളൂ, വിശക്കാൻ പാടില്ലാന്ന് മാത്രം, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ടാവും. അത് കഴിഞ്ഞിതാ ഫുഡ് റെഡിയായി, അച്ചാറും കൂട്ടി അതും കഴിച്ചു. ബൊലേറോയിൽ വന്നവരുടെ സജഷൻ പ്രകാരം ഞാനിവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി പോകാൻ വേണ്ടി തീരുമാനിച്ചേട്ടോ. ദാൽമ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതാ ഇങ്ങോട്ട് വന്നു, പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട്. ആനിമൽസിനെ ഒന്ന് സ്പോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഫോറസ്റ്റ് അത്യാവശ്യം അടിപൊളിയാണെന്ന് പറഞ്ഞത്. എന്തായാലും പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഓഫ് റോഡ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്നെല്ലാം അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇതാ ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. പോയി നോക്കട്ടെ കേട്ടോ. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. വണ്ടി കയറ്റണമെങ്കിൽ 600 റുപ്യ, ഒരു വണ്ടിക്ക് 600 റുപ്യ കൊടുക്കണം. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അങ്ങനെ 610 റുപ്യ പോയി കിട്ടി. ഓഫ് റോഡ് ഉദ്ദേശിച്ച് ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടാറിടാത്ത റോഡാണ്, അത്യാവശ്യം പൊടിയൊക്കെ പറത്തി നമുക്ക് പോകാമെന്ന് മാത്രം കേട്ടോ. വലിയൊരു ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അത് കാറൊക്കെ പോകുന്ന റൂട്ടാണ്, അത്രയേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നമുക്ക് ശരിക്കും നഷ്ടമാണ് 600 റുപ്യാണ് വണ്ടി കയറ്റുന്നതിന് കേട്ടോ. പിന്നെ സമയം ഏകദേശമായി 5 മണിയാകുമ്പോൾ തിരിച്ചു വരണം. എന്നാലും 6 മണിയാകുമ്പോൾ ഇവിടെ എത്തുള്ളൂ. താഴെ 14 കിലോമീറ്റർ പോകാനുണ്ട് കാട്ടിലെ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചങ്ങായി പറഞ്ഞു ഇന്ന സമയമില്ല, നാളെ വാന്ന് പറഞ്ഞു. അവന് നാളെ ഉണ്ടാവില്ല, ഞാനിങ്ങനെ കേരളത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ചങ്ങായി പറഞ്ഞു എന്നാ പിന്നെ നീ നോക്ക്, നിനക്ക് പറ്റുന്ന പോയിട്ട് വന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വിഷയമല്ല. നമുക്ക് ഓഫ് റോഡെല്ലാം പറന്ന് ഇനി എത്താം, അങ്ങനെ വിഷയമല്ല. മൃഗങ്ങളെ കാണാനൊന്നുമില്ല, പക്ഷെ വെറുതെ എനിക്കൊരു ഫോറസ്റ്റ് റൈഡ് അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതല്ലോ. ഇവിടെ വേറൊന്നും കാണാനില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിട്ട് ഇത്രയും ദൂരം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ. ഒന്നും കാണാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. നേരത്തെ പിന്നെയും പോലീസ് കൈ നീട്ടിട്ടാ. രാവിലെ പിടിച്ചതിന്റെ ബാക്കി പിന്നെ പോലീസ് കൈ നീട്ടി. ബട്ട് ഞാൻ ബില്ലെടുത്ത് കാണിച്ചു. പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ കേട്ടോ. ഇന്റർലോക്കലിട്ട് കുറച്ച് വൃത്തിയാക്കിയതുണ്ട്. ഓഫ് റോഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു, പക്ഷേ ഓഫ് റോഡ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ടാറിടാത്ത കുറച്ച് പൊടി വാറുന്ന റോഡുകൾ മാത്രമേ ഉള്ളൂ. നമുക്കതൊന്നും വലിയൊരു ഓഫ് റോഡായിട്ട് തോന്നുന്നില്ല. പക്ക ഫോറസ്റ്റ് കേട്ടോ.
ഒടുവിൽ നമ്മൾ ഹിലിൻ്റെ ടോപ്പ് എത്തി കേട്ടോ. ജാർഖണ്ഡ് ഗവൺമെൻറ്. ഇവിടെ കുറേ മറ്റേ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്, പെട്ടിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്, ചെയറ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് അവിടെ കാണുന്നതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. താഴെ ഇതൊക്കെ കാണാൻ പറ്റും, എന്ത് മലയൊക്കെ കാണാൻ പറ്റും. ടൂറിസത്തിൻ്റെ കുറേ ഉണ്ട് കേട്ടോ. എലിഫൻറ്റ് പ്രൊജക്റ്റ് ജംഷഡ്പൂർ. വ്യൂ പോയിൻ്റ് ഇതിൻ്റെ മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഈ റോഡാണ് കേട്ടോ. ഇങ്ങോട്ട് മുകളിലേക്ക് പോകാനുണ്ട്. നമുക്ക് ഈ റോഡാണ് ഇങ്ങോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ പോവാം. ഇവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് കുറച്ച് ചെയർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ഇതാണ് നമ്മളെ വ്യൂ പോയിന്റ്, ഡാൽമ വൈൽഡ് ലൈഫ് സാങ്ച്വറി. മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, പക്ഷെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വലിയൊരു പോയിൻ്റായിട്ടൊന്നും തോന്നുന്നില്ല. കോമൺ മൈനേൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ഇല്ല, അതൊന്നുമില്ല. 600 റുപ്യ വേസ്റ്റ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല കേട്ടോ. ഇവിടെ മറ്റേ ചക്കയാണ്, മാങ്ങയാണ്, മൃഗങ്ങളുണ്ടാകുന്ന പറഞ്ഞിട്ട് ആകെ കുരങ്ങനെ മയിലിനല്ലാണ്ട് പറഞ്ഞ് കണ്ടിട്ട. ഇതെല്ലാം നമ്മളെ നാട്ടിൽ റോഡ് സൈഡിൽ കാണുന്ന സാധനമല്ലേ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലൊക്കെ ഉണ്ട്. എന്ത് എന്താ ചെയ്യുക, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ അതിനൊന്നും നമുക്ക് തീരെ വിലയില്ല. അതിൻ്റെ പുറത്ത് പോയിട്ട് നമ്മൾ വലിയ പൈസയെല്ലാം കൊടുത്തിട്ട് ഇതെല്ലാം കാണും. നമ്മളെ നാട്ടിൽ എന്തെല്ലാം സാധനമുണ്ട് കാണാൻ. ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് പോലെ കേട്ടോ. ഇങ്ങനെ കുറേ നടക്കാനുണ്ട് കേട്ടോ ഈ കാട്ടിലെ കൂടി. അല്ല പുലിയും പിടിക്കുമെന്ന് അറിയില്ല. ഒരുവിധം ആനിമൽസ് എല്ലാം ഉള്ളുണ്ട്. നമുക്ക് പുലി, മറ്റേ ആന, എല്ലാ സുനാപ്പിയും ഉള്ളൊരു കാടാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആൾക്കാരൊന്നും പോകില്ല കേട്ടോ. ആൾക്കാർ നടന്നൊരു പാട് പോലില്ല. അവിടെ പായൽ പിടിച്ച് കിടക്കുക. 6 മണിയാകുമ്പോൾ ഇത് പൂട്ടും. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് താഴെ എത്തണം കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് തിരിച്ചു പോവാം. ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്, ഒച്ച വെക്കുന്നുണ്ട്, ഒരു ബൊലേറോൻ്റെ ഒച്ച വെക്കുന്നുണ്ട്. तुरंत बानर सब ले जाएगा बेच के। अकेले घूमने में मज़ा आ रहा है जी। हाँ, ഇതൊരു അമ്പലം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു അമ്പലമാണ്. ഇവിടെ ഒരു പാറേൻ്റെ അകത്താട്ടോ. ഒരു പാറയൊക്കെ തെളിച്ച് അതിനകത്താണ്. ഇവിടെ ഒരു നന്ദി പ്രതിമയൊക്കെ കാണാം കേട്ടോ. കടന്ന് പോണം. ഇപ്പോൾ താഴെ എത്തിയ ഇത് കോമഡിയാണല്ലോ. ഒന്നുമില്ല, കഷ്ടപ്പെട്ട് വന്നത്. അമ്പലം കഴിഞ്ഞു, ഇത് തിരിച്ചു വരുന്ന സ്ഥലമാണ്. അവിടെ എന്നെ പറ്റി ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട് കേട്ടോ. പോലീസുകാർ ഞാൻ ഓൺലൈനിൽ പണിയെടുക്കുന്നുണ്ട്, കറങ്ങുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. പാവങ്ങൾ എല്ലാവരും ആഗ്രഹം കേട്ടോ ഇങ്ങനെ ഒരു ട്രിപ്പല്ലോ. ഇതിങ്ങനെ കുറേ സാധനങ്ങളും കെട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ പല സ്ഥലത്ത് കാണാറുണ്ട്. ഇതാണ് കേട്ടോ മറ്റേ എൻട്രൻസ്. ഇതിലേ കയറിയാലും അവിടെ എത്തും. ഞാനിപ്പോൾ വന്നു നിന്ന സ്ഥലമാണത്.
लगता है नंबर नंबर देना आगे व्यवस्था करके तो बादल रही आगे यहाँ तो टावर नहीं तो बढ़िया कर टावर का धरता है पूरा तो एयरटेल ऑनलाइन वीडियो देखते रहते हैं चावल खाते हैं बजरंग बली से मंदिर से उतरा तो ऑनलाइन वीडियो അവർ നല്ല മനുഷ്യരട്ടോ. അവർ ചായയെല്ലാം വെച്ച് വന്ന് ചായയെല്ലാം കുടിച്ച് ഞാനിത് റിട്ടേൺ പോവാണ്. ഇത് മുകളിൽ കയറണം കേട്ടോ. മുകളിൽ കയറിയാൽ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തും. വണ്ടി എടുത്ത് വിടാം. ഇവിടെ ഒരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അയ്യോ നല്ല മണിയെല്ലാം ഉണ്ട്. ഹനുമാനാണ് ഹനുമാൻ. അയ്യോ കിടക്കുന്ന വാവ്. ഇതാണ് കേട്ടോ ശരിക്കും വ്യൂ പോയിൻ്റ്. ഫുൾ ടൗൺ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഇതിനകത്ത് അത്രത്തോളം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷികളെ ദൂരത്ത് കാണുന്നുണ്ടോ കുറച്ച് പച്ചപ്പ്. അത് കഴിഞ്ഞ് അപ്പുറത്തില്ല ഫുള്ള് ടൗണാട്ടോ. ഇത്രയും വലിയ ടൗണല്ലേ. ഓ മാൻ കൊള്ളാം. അടിപൊളി. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കാറ്റെല്ലാം വരുന്നുണ്ട്. ഇവിടെ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ പറ്റുന്ന പറഞ്ഞിട്ടോ. പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് പണിയുണ്ട്. ഇവിടെ റേഞ്ചും ഇല്ല. അപ്പോൾ നമുക്ക് വേറെ രക്ഷയില്ല, പോയേ പറ്റൂ. പോലീസുകാർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ. അവർ ചായയെല്ലാം വെച്ച് തന്നു. ചായയെല്ലാം കുടിച്ച് ഇനിയിപ്പോൾ പോകണം. തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അവരിവിടെ തന്നെ സ്റ്റേ. അവർക്ക് താഴെ ക്യാമ്പുണ്ട്, അവിടെ തന്നെയാണ് സ്റ്റേ. ഇന്നിവിടെ സ്റ്റേ അടിക്കുന്നെങ്കിൽ അടിക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇവിടെ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ സെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകട്ടോ. ഇറങ്ങുവാണ്. ദാൽമ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ബൈ. നമ്മൾ തിരിച്ചിറങ്ങി പോവാട്ടോ. സന്ധ്യ ആയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു. 7 മണിയാകുമ്പോൾ താഴെ എത്തും. നമ്മളിതാ താഴെ ഇറങ്ങി ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് സൈഡാക്കി കേട്ടോ. ഇന്നത്തെ പരിപാടിയെല്ലാം ഇതോടെ തീർന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ടൊന്ന് റിലാക്സ് ആവാമെന്ന് വെച്ചേട്ടോ. കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഇവിടെ സൈഡാക്കിയിട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്നു കേട്ടോ. അടിപൊളി. ഒരു പെട്രോൾ പമ്പിന് മുമ്പ് തന്നെയാണ് കിടന്നത്. ഭാരത് പെട്രോളിയം. ഇതാണ് കുറച്ചുകൂടെ സേഫ്. അതാകുമ്പോൾ CCTV ക്യാമറയൊക്കെ ഉണ്ടാവും. ഫാനിട്ടിട്ടുണ്ട്. എന്താ ഫാനിട്ടിട്ടുണ്ട്. സുന്ദര നല്ല തണുപ്പിന് കിടക്കാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് അടുത്ത സ്ഥലം കേട്ടോ. നേരെ ജാർഖണ്ഡ് 2 ദിവസം കൊണ്ട് തീർത്ത് ഞായറാഴ്ച രാത്രി മിക്കവാറും നമ്മൾ വെസ്റ്റ് ബംഗാൾ കയറും. അതാണ് പ്ലാന്. ഞായറാഴ്ച ഒരു സന്ധ്യയാകുമ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് വെച്ച് വിടാം. നമ്മൾ രാത്രി ഞാൻ വെസ്റ്റ് ബംഗാൾ കയറാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ പ്ലാന്. നോക്കാം നമുക്ക്. ഓക്കെ ബൈ. താങ്ക് യു.